അപ്പോൾ ഗായ്സ് നമ്മൾ മലയുടെ മുകളിലുള്ള ഒരു ലൊക്കേഷനിലോട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, വെറുതെ മാപ്പ് വെച്ചിട്ട് നമ്മളൊരു പരീക്ഷണം നടത്തുകയാണ്. സോ എത്രത്തോളം വിജയിക്കുന്ന അറിയത്തില്ല. ഇങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് സൈലക്കാസ്ട്രോ എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. സൈലക്കാസ്ട്രോയിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അപ്പോൾ സൈലക്കാസ്ട്രോയിൽ നിന്ന് നമ്മളൊരു മലമുകളിലേക്ക് പോകാൻ പോവാണ്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ പേര് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒരു 25 മിനിറ്റ്സാണ് ഇവിടെ നിന്ന് കാണിക്കുന്നത്. സൈലക്കാസ്ട്രോയിൽ നിന്ന് 25 മിനിറ്റ്സാണ്. എനിക്ക് കോടയൊക്കെ മൂടി കിടക്കുവാണ് എൻ്റെ മുകളിലൊക്കെ. നമുക്ക് ഇവിടെ നിന്ന് കാണാം കേട്ടോ, സൈഡിലോട്ട് നോക്കിയാൽ. ഓക്കെ, സോ നോക്കട്ടെ. അപ്പോൾ നമ്മൾ ആ പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കടന്നില്ല ഒരു വഴി, ആ വഴിയാണ് പോണത്. സോ ഇവിടെ നിന്നാണെങ്കിൽ വെള്ളമൊക്കെ മേടിച്ചിട്ട് പോവല്ലേ. ഇവിടെ കണ്ടൊരു പെട്രോൾ പമ്പില്ലായിരുന്നു. ആ പെട്രോൾ പമ്പിൽ നിന്ന് മേടിച്ചിട്ട് പോയാലോ? അത് മുമ്പോട്ട് പോയിട്ടോ. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ തനി വില്ലേജ് ആണ് കേട്ടോ. സൈലക്കാസ്ട്രോ എന്ന് പറയുന്ന വില്ലേജ്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്. ഇവിടെ കയറി ഇച്ചിരി വെള്ളമൊക്കെ മേടിച്ചിട്ട് പോകാം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒന്നും കിട്ടില്ലെങ്കിലോ. ഉണ്ടോ അവിടെ? സൂപ്പർ മാർക്കറ്റിൽ കയറണം. സൂപ്പർ മാർക്കറ്റിൽ കയറാം അല്ലേ? എനിക്ക് നല്ലോണം ദാഹിക്കുന്നുണ്ട്. ബിസ്ക്കറ്റൊക്കെ തിന്നിട്ടാണ്. ഇത് സൂപ്പർ മാർക്കറ്റാണോ? മിക്പോ പിയോ എന്തുവാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് സൈലക്കാസ്ട്രോയുടെ ഇപ്പുറ സൈഡാണ് നമ്മൾ താമസിക്കുന്ന ബേക്കിലോട്ടാണ്. ഇവിടെ ഒരു വലിയ പള്ളിയുണ്ട്. നമ്മൾ ഇന്നലെ വൈകുന്നേരത്ത് നടക്കാൻ പോയപ്പം ഒരു വലിയ പള്ളി ഉണ്ടായിരുന്നു. അതുപോലത്തെ ഒരു പള്ളി കേട്ടോ ഇത്. കോഫി, ഫുഡ്, ഡ്രിങ്ക്സ്, കോഫി ഷോപ്പ്. അതെ, മാർക്കറ്റ്. സോ മൈ മാർക്കറ്റ് പറഞ്ഞൊരു മാർക്കറ്റ് കണ്ടു. നമ്മൾ അവിടെ കയറിയിട്ട് എന്തെങ്കിലും മേടിക്കാൻ പോവാണ്, കഴിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ട്. ഓക്കെ, അപ്പം നമുക്ക് മാർക്കറ്റിലും കയറാം. ഇവിടെ മാർക്കറ്റിൽ കയറാൻ പോവാണ്. ഓക്കെ, സാധാരണ ഞാൻ കാറിരുന്ന് പറഞ്ഞ പള്ളി കണ്ടോ. വലിയൊരു പള്ളിയാണേ അത്. ഇവിടെ ഇതിൽ നോക്കുമ്പോൾ അത്ര വലിപ്പം തോന്നില്ലെങ്കിലും നല്ല വലിപ്പമുള്ളൊരു പള്ളിയാണത്. ഇന്നലെ നമ്മൾ ഇതുപോലൊരു പള്ളിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇന്നലെ ഞാൻ ഇട്ടായിരുന്നു. ഇന്നലെ ഞാൻ എടുത്ത വീഡിയോയിൽ അതുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം. സോ ഇത് മൈ മാർക്കറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റാണ്. നമ്മളവിടുത്തെ ടെസ്കോയും അൽദിയൊക്കെ പോലെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റ്. ജർമ്മനിയിൽ പോയി കഴിഞ്ഞാൽ ലിഡിൽ, ഇംഗ്ലണ്ടിലാണെങ്കിൽ ടെസ്കോ, മാർക്ക് ആൻഡ് സ്പെൻസർ എന്നൊക്കെ പറഞ്ഞ കണക്കുള്ള മാർക്കറ്റാണ്. ഓക്കെ, സോ അതാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, അപ്പം നമ്മൾ എന്തെങ്കിലും സ്നാക്ക് മേടിക്കാനുള്ള പരിപാടിയാണ് ഇവിടുന്ന്. എന്തൊക്കെയുള്ളത്? ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും മേടിച്ചാൽ മതി. ഫ്രൂട്ട്സ്, നമ്മളെ സ്ട്രോബെറി അങ്ങനെയൊക്കെ മേടിക്കും. ബേക്കറി ഐറ്റംസ് ഒന്നും ഒരുപാട് മേടിക്കണ്ട. അത് ബോക്സ് എടുക്കും. ബോക്സ് എടുക്കുക. കൊള്ളാം, നല്ല ഫ്രഷ്
മെഷർ അവിടെ പോയിട്ട് വേ ചെയ്യണം. അത് എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കണമെന്ന് തോന്നുന്നു. എവിടെ പുറത്ത് പറ. അവരത് വെയിറ്റ് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ഇത് തരുമെന്ന് തോന്നുന്നു. താങ്ക് യു. ഫ്രൂട്ട്സ് അത് മാത്രം മതിയോ? ബനാന വല്ലതും പഴം വല്ലതും വേണോ? ഓറഞ്ച് എടുക്കണ്ട കേട്ടോ, ഓറഞ്ച് വേണ്ട, ഓറഞ്ച് ഒന്ന് മടുത്തിരിക്കുകയാണ്. പഴം വേണോടി? ആപ്പിള് അതെടുത്തോ, അതൊരു 5 എടുത്തോ. പേര് നല്ല ഫ്രഷ് ഇത് കണ്ടിട്ടല്ലേ, ഇങ്ങനെ മരത്തിൽ നിന്ന് പറിച്ചു വെച്ചാണ് കൊണ്ട്. അഞ്ചെണ്ണം എടുത്തോ. സാലഡ് വല്ലതും വേണോ? ഉണ്ടല്ലോ സാലഡ്, ഹോട്ടലിൽ തിന്നുന്ന സാലഡില്ല. ഇത് വേണം, കൊക്കക്കോള വേണോടി? ഇതെടുത്ത് ഒരെണ്ണം. തണുപ്പുണ്ട്, ഇനഫ് തണുപ്പുണ്ട്. എടുത്തോ, ഒരെണ്ണം എടുത്തോ. ഒരു വഴിക്ക് പോണല്ലേ. ക്രിസ്പ്സ് എടുത്തോ. എടി എൻ്റെ മുകളിൽ വെക്കരുത്, ഫ്രൂട്ട്സിൻ്റെ മുകളിൽ വെക്കരുത്. സോ നമ്മൾ ഓൾ ഇൻക്ലൂസീവ് ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നതെങ്കിലും നമ്മൾ ഇന്ന് ലഞ്ച് സ്കിപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് സ്നാക്ക് വേണം. ഒരെണ്ണം മതിയോ? നമ്മൾ പോണ വഴിക്ക് നല്ല റെസ്റ്റോറൻറ്റോ അങ്ങനെ വല്ലതും കാണുവാണെങ്കിൽ കയറി ലഞ്ച് കഴിക്കും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡിന്നർ ഹെവി ആയിട്ട് കഴിക്കും. അതാണ് പ്ലാന്. പിന്നെ ഈ വല്ല ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വല്ലതും ഉണ്ടോ എന്ന് തപ്പി പിടിക്കണം. എന്നിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ പോയിട്ട് വല്ലതും കഴിക്കായിരുന്നു. ഗ്രീക്ക് യോഗർട്ടും ഫുഡൊക്കെ കഴിച്ച് മടുത്തു 2 ദിവസം കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ബാക്കി വീഡിയോ തുടരാം. ജ്യൂസ് എടുക്ക്. സ്ക്വാഷ് എടുക്കരുത്, ജ്യൂസ് എടുക്കണം. അത് മതി. ഐസ്ക്രീമിന്റെ സെക്ഷനിലോട്ടാണ് അവിടെ കാണുന്നത്. ഷക്കീല കാണുന്ന ഐസ്ക്രീം സെക്ഷനിലോട്ടാണ്. ആണോടി? അയ്യടി നോക്കിയാ മോള് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മൈദയാണെന്ന് തോന്നുന്നു. Okay. If you make it faster, that will be very helpful. ദേ വെള്ളം പറയണത് എടുത്തോ. ഒരു ഇത് ഫുൾ ഇതുപോലെ തന്നെ എടുക്കാം. ഇതുപോലെ മലമുകളിൽ പോകാൻ വേണ്ടിയിട്ട് മതി. ബാ. Okay, let's go. Don't waste any more time. Okay.
Yeah. No, one. One is. ബബിൾ കയറ്റ മുകളിലേക്ക് എടുക്കാളല്ലേ. സോ നമ്മൾ സ്നാക്ക് മേടിച്ചു. ഇനി നമ്മൾ എവിടെ പോവാണ്? മൗണ്ടൻ്റെ മുകളിലുള്ള ഒരു കുഞ്ഞു വില്ലേജിൽ പോവാണ്. പേരറിഞ്ഞിടാത്ത വില്ലേജ്. ഓക്കെ, സമയം ഇപ്പം രാവിലെ 11:45. ഓക്കെ, ടെമ്പറേച്ചർ ഒരു 20 ഡിഗ്രി വരുമെന്ന് അല്ലേ? 18.5 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ പോകാൻ പോകുന്നത് ഒരു മലയുടെ മുകളിലോട്ടാണ്. ഇവിടെ എന്താണ് ടെമ്പറേച്ചർ എന്നൊന്നും നമുക്കറിയത്തില്ല. ആ സ്ഥലത്തിൻ്റെ പേര് പോലും അറിയത്തില്ല. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. എന്താ വീണത്? മാപ്പ് വേണ്ട. ഓക്കെ, അപ്പം നമ്മൾ മല മുകളിലോട്ട് പോകാൻ പോവാണ് കേട്ടോ ഗായ്സ്. 22 minutes. ഓക്കെ, 22 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. അപ്പം നമ്മൾ ഇത് സ്റ്റിൽ സൈലക്കാസ്റ്റർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇത് പഴയ ഒരു ടൗണാണ്. പഴയ ടൗൺ, വളരെ പഴയ ഒരു ടൗണാണ്. ഒരു വണ്ടി പോലും പുതിയ വണ്ടി കണ്ടില്ല എന്നുള്ളതാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം ഒരു നല്ല വണ്ടി ഇതുവരെ കണ്ടില്ല കേട്ടോ. നല്ല ചിലതിൻ്റെയൊക്കെ വണ്ടിയുടെയൊക്കെ വിൻഡോയിൽ ക്ലിങ് ഫിലിമൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ തുരുമ്പെടുത്തൊരു വണ്ടി കിടക്കുന്നുണ്ടോ ഇവിടെ സൈഡിൽ? നിസാൻ്റെ. ഇപ്പോഴോ? സോ നമ്മുടെ വലതുവശത്ത് സീ ആണ് കേട്ടോ. സീ കണ്ടോ? പക്ഷെ ഇതിൽ കാണാൻ വയ്യ. അതിൽ കാണാല്ലേ? സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ വലത് സൈഡിൽ സീ കാണുന്നുണ്ട്. ഇത് സീയുടെ കരയിലൂടെയുള്ള ഒരു യാത്രയാണിത്. മണൽ നോക്കിയാൽ നല്ല വെളുവിള കിടക്കുന്നു. തൂവെള്ള കളറിലുള്ള മണൽ. ചൂടെടുക്കുന്നില്ലേ? പുല്ലല്ല അത്. ഞാൻ കുറച്ചുകൂടെ ഇത് സൂം ചെയ്ത് കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കുലുക്കമാണ്. കാര്യം ഞാൻ എൻ്റെ ഡാഷ്ബോർഡിൽ ഇതിൻ്റെ മിററിൽ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഗിംബലാണിത്. ഈ ഫോൺ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര കുലുക്കം അത്. അത് കാരണമാണ് ഞാൻ പിന്നെ സൂം ചെയ്തെടുത്തത്. നമുക്ക് എന്താ കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് കാണാം. ഓക്കെ, നമ്മൾ സാധാരണ ഇത്രയും കൺട്രികളിൽ പോകുമ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊന്നും ഇങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. നമ്മൾ വിചാരിച്ചാൽ അതാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്നുള്ളത്. ഇങ്ങനെ വ്യൂ മാത്രം കാണാമല്ലോ. അപ്പോൾ ഒരുപാട് നമ്മളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഒരുപാട് പേരിങ്ങനെ പറഞ്ഞു, ആ നിങ്ങൾ കാണുന്ന സംഭവത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിൽ ഇത് സോ ബോറിംഗ് ആണ്, കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് തോന്നത്തില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ കണ്ടിന്യൂസ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്, അതേ സംസാരിക്കാത്ത വീഡിയോ ആണ് പ്രിഫർ ചെയ്യുന്നതെന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ നെക്സ്റ്റ് കൺട്രിയിൽ പോകുമ്പോൾ അതനുസരിച്ചിട്ട് വീഡിയോ എടുക്കുന്നതായിരിക്കും. പിന്നെ ഈ പ്രൊഫഷണലായിട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ ഇടുന്നത് അത് നമ്മൾ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളിത് ജസ്റ്റ് ഒരു നമ്മൾ പോകുമ്പോൾ നമ്മളൊരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസാണ്. ഓക്കെ, അത് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു കമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോസ് അല്ല ഇത്. അപ്പോൾ അതുകൊണ്ടാണ് വലിയ എഡിറ്റിങ്ങും പരിപാടികളും ഒന്നും ആഡ് ചെയ്യാതെ. പിന്നെ ചില വീഡിയോകളിൽ മ്യൂസിക്കൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ചിലർ പറയും അത് കുഴപ്പമില്ല, മ്യൂസിക് ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് പറയും.
അപ്പോൾ എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റും. നമ്മൾ എന്തായാലും വീഡിയോ എടുക്കുന്നു. പിന്നെ കുറച്ച് മിനിക്കോണിയും കൂടെ ചെയ്യും. ലെഫ്റ്റ് സൈഡിൽ നല്ല അടിപൊളി വ്യൂ ആണ്. അയ്യോ വലിയ മഞ്ഞാണ്, പക്ഷെ ഫോഗിയാണ്. പക്ഷെ രാവിലെ ഒട്ടും പോകില്ലായിരുന്നു, പെട്ടെന്ന് പോകായി അല്ലേ? അത് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ, ആ മലയുടെ മുകളിലുള്ള ആ വില്ലേജ് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു നമുക്ക്. അപ്പോൾ അത് കാണാൻ പറ്റുന്നില്ല, ഫോഗി ആയിട്ട് കിടക്കുക. ഇവിടെ മറ്റേ ടർക്കി പോലെ ഒരു സൈഡിൽ സീയും ഒരു സൈഡിൽ മൗണ്ടനും, അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ സൈലന്റ് കാസ്ട്രോയിലോട്ടൊന്നും ഒരുപാട് ടൂറിസ്റ്റുകൾ അങ്ങനെ വരാത്ത സ്ഥലമാണെന്നാണ് ആൾക്കാർ പറയുന്നത്. അങ്ങനെ ഒരു മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ല. ഇപ്പം നമ്മൾ ഗ്രീസ് ടോപ്പ് 10 ഗ്രീസ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ സൈലന്റ് കാസ്ട്രോ ഒന്നും വരത്തില്ല അതിൽ. എനിക്കൊന്ന് ഇവിടെയൊക്കെ ഇവർ ഹോട്ടലുകളൊക്കെ ബിൽഡ് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ അവർ അത്ര ടൂറിസ്റ്റുകൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നില്ല, നമ്മൾ വീഡിയോസ് ഒന്നും കാണുന്നില്ല. പക്ഷേ നമുക്ക് ഡ്രൈവ് ചെയ്തൊക്കെ പോകുന്നൊരു രസമുണ്ട്. കുഞ്ഞു ടൗണുകൾ കണ്ടോ, നല്ല റോഡെന്തോ ടാറല്ലേ? ആ ടാറാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുതിയ കെട്ടിടങ്ങളും ഉണ്ട്, പഴയ കെട്ടിടങ്ങളും ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ. പഴയ ടൗൺ ആണോന്ന് ചോദിച്ചാൽ പഴയതാണ്, പക്ഷേ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ നല്ല ബിൽഡിങ്സും ഉണ്ട്. ഇതൊക്കെ നല്ല ഓൾഡ്, ഈ ഇട സൈഡിലൊക്കെ കാണുന്ന ഒരുപാട് പഴയ ബിൽഡിങ്ങാണ്. ഈ സ്ട്രീറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. ഒരു സൈഡിൽ ബീച്ചും ബാക്ക് സൈഡിൽ നല്ല മൗണ്ടൻസ്. നമ്മളിനി തിരിഞ്ഞ് ഈ വ്യൂ ഒക്കെ ഇനി മാറും. കുറച്ചുകൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അറിയില്ല, നമ്മൾ ഊട്ടി കൊടൈക്കനാൽ ടൈപ്പ് ഓഫ് ലുക്ക് ആണോ എന്താ സംഭവം എന്നറിയില്ല. ഫോഗി ആയിട്ടൊക്കെ കിടക്കുന്നുണ്ട്. നമ്മളിങ്ങനെ ഇടത്തോട്ട് നോക്കുമ്പോഴേ റോഡ് എങ്ങനത്തെ റോഡാണെന്ന് അറിയത്തില്ല. നമ്മളൊരു റിസർച്ചും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ പോകുന്നത്. നമ്മൾ സാധാരണ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് തിരിയണം അല്ലേ? അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് ഗ്രീക്കിൽ, എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മളെന്തായാലും തിരിയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഇപ്പോൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലോ ഒക്കെ നോക്കിയിട്ട് ഒരു സ്ഥലത്തിൻ്റെ പേരടിച്ച് അവിടെ എന്താണ് പ്രത്യേകത എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പോകണത് സാധാരണ. പക്ഷേ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ വിചാരിച്ച് ആദ്യം മറ്റേ ആഥൻസിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് കാലാവസ്ഥ അത്ര ഒരു സുഖകരമല്ലാത്തതുകൊണ്ട് ആ സ്ഥലത്തിൻ്റെ പേരെന്തോടി അക്രോപോളിസ്. എനിക്ക് എപ്പോഴും തിരിഞ്ഞു പോകും. അക്രോപോളിസ് കാണാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ചിരുന്നതാണേ. അപ്പോൾ നമ്മളത് പ്ലാൻ ക്യാൻസൽ ചെയ്തത് കാരണം നമ്മൾ വിചാരിച്ച് എവിടെയെങ്കിലും ലോക്കലായിട്ടുള്ളൊരു സ്ഥലത്ത് പോകാം, നല്ല ഭംഗിയുള്ള സ്ഥലം നമുക്ക് കാണുന്നത് ഏതെങ്കിലും ബോർഡ് നോക്കി അങ്ങനെ അങ്ങ് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഈ നമ്മൾ വന്നതിൻ്റെ അന്ന് മുതൽ കാണുവാണ് ഈ മലയുടെ മുകളിലുള്ള ഈ ഒരു സ്ഥലം. അപ്പോൾ മലയുടെ മുകളിലുള്ള ഈ ഒരു സ്ഥലം കാണണമെന്ന് നമുക്ക് അപ്പോൾ തോന്നിയതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിചാരിച്ചു ഓക്കെ എന്നാൽ ഇന്ന് അങ്ങനെ പോകാം, നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ലഞ്ച് കഴിക്കണ്ട, നമുക്ക് ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ട് ഒരു ലോങ് ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കാണാമല്ലോ, ഓപ്പോസിറ്റ് കാണാം, ചെറിയൊരു മല കാണാൻ ഒരു ഭാഗമാണ് അത്. ഓക്കെ, എനിക്ക് നമ്മൾ ആ മെയിൻ റോഡിൽ കയറിയിട്ട് പിന്നെ അവിടെ നിന്ന് വലത്തോട്ട് പോകും. അതെ, മെയിൻ റോഡിൽ കയറിയിട്ട് പോകണം. പക്ഷെ ഇവിടെ ഭയങ്കര ടോളാണ് കേട്ടോ, എവിടെ പോയാലും ടോൾ എന്നുള്ളൊരു സംഭവമുണ്ട്. നമ്മൾ ആഥൻസിൽ നിന്ന് 150 കിലോമീറ്ററാണ് ഈ സ്ഥലം. സോ എനിക്ക് തോന്നുന്നൊരു 15 പൗണ്ടോളം നമ്മൾ ടോൾ കൊടുത്തു. അതായത് 2.5 പൗണ്ട് 2 പൗണ്ട് 2.5 പൗണ്ട് അങ്ങനെ ആ ഒരു റേഞ്ചിലാണ് ഓരോ സ്ഥലത്തും ടോള്. ഇങ്ങോട്ടാണല്ലോ വരുന്ന വണ്ടി. താഴെ കൂടെ ഇവിടുത്തെ അല്ല താഴോട്ടൊരു റോഡ് കിടപ്പുണ്ട്, താഴോട്ടൊരു റോഡ് കിടപ്പുണ്ട്.
സൈൻ വെക്കുന്നത് ഇവിടുന്ന് വരുന്നവർക്ക് കാണാനല്ല. അത് താഴത്തുള്ള റോഡാണ്. അല്ല താണ്ടെ ഉണ്ട്, ഇങ്ങോട്ട് 2 ലൈനാണ്. ഇവിടുത്തെ റോഡ് സൈനുകൾ ഭയങ്കര കൺഫ്യൂസിങ് ആണ് കേട്ടോ. നമ്മള് ഒരേപോലെ 2 റോഡുകളൊക്കെ കാണും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാനാണോ ഇങ്ങോട്ട് പോകാനോ പെട്ടെന്നൊരു സംശയം വരും. കണ്ടോ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മൗണ്ടൻ കണ്ടോ, കണ്ടിന്യൂ സ്ട്രൈറ്റ് എന്നാ പറയുന്നത്. നേരെ പോയിട്ട് കമാപ്പിയോയോ അങ്ങനെ കണ്ട സ്ഥലത്തിന്റെ പേര് കിടക്കുന്നത്. മെയിൻ റോഡ് അല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചാൽ ആ റോഡിൽ കൂടെ പോകാൻ പോകുന്നത് ഞാൻ വിചാരിച്ചത്. അപ്പം നമ്മൾ ഓൾറെഡി ഈ റോഡിൽ കയറി കഴിഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ മൗണ്ടൻ്റെ ഏറ്റവും താഴെയാണ് ഉള്ളത്. ഇപ്പം നമ്മൾ തറ ലെവലിലാണ്, തറ നിരപ്പിലാണ്. ഇനി നമ്മൾ മുകളിലോട്ട് കയറാൻ പോവാണ്. മറ്റേ ചുരം പോലെ, വയനാട് ചുരം പോലെ ദേ കയറാൻ പോകുന്നു. നമ്മൾ നേരത്തെ പോയ സ്ഥലം പോലെ, അതിൻ്റെ ഇപ്പുറത്തെ സ്ഥലം. അതുകൊണ്ട് ആ മലയിലാണ് നമ്മൾ നേരത്തെ പോയത് കേട്ടോ. അപ്പുറ സൈഡിലുള്ള മലയുടെ അപ്പുറ സൈഡാണ് നമ്മൾ വന്നത്. ഇത് നല്ല അടിപൊളി. നോക്കിയാൽ കണ്ടോ, പെട്ടെന്ന് കാലാവസ്ഥയും ആ വ്യൂ ഒക്കെ മാറിയത് നോക്കിയാൽ. നമ്മൾ സൈലക്കാസ്ട്രോയിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റേ ആയിട്ടുള്ളൂ നമ്മൾ ആ ഒരു സ്ഥലം മാറി. പെട്ടെന്നാണ് ഇവിടുത്തെ ഇത് ലാൻഡ്സ്കേപ്പ് മാറുന്നത് അല്ലേ. നോക്കിയാണ് ഇട സൈഡിലൊക്കെ ഉള്ള വ്യൂ കാണിച്ചാൽ പിന്നെ ക്യാമറ ഇങ്ങോട്ടും അങ്ങോട്ടും തിരിച്ചോണ്ടിരിക്കണം. ഫ്രണ്ട് വ്യൂ തന്നെ കണ്ടുപോകാം. ഉണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാണ്. മറ്റത് ചെറിയൊരു പഴയ ടൗണ്, ഇത് പെട്ടെന്ന് നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു വൈബ്. എത്ര മിനിറ്റ് ഉണ്ട്? 13. അത്രേ ഉള്ളോ? അതല്ലേ സ്ഥലമല്ലേ? വീണ്ടും മാറിയോ? അല്ല ഇങ്ങനത്തെ റോഡാണെങ്കിൽ അടിപൊളി, ഒരു കുഴപ്പമില്ല. ഇത് കണ്ടോ, മാപ്പ് കണ്ടോ, ഇങ്ങനെയാണ് കിടക്കുന്നത് മാപ്പ് റോഡ്. നമ്മൾ രാവിലെ തൊട്ടപ്പുറത്തെ മലയുടെ മുകളിൽ പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറാൻ നമ്മൾ കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ റോഡ് മോശമായി പോയി. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വന്നതാണ്. പക്ഷെ സൂപ്പർ വ്യൂസ് ആണ്. അത് നമുക്ക് ഒരുപാട് ദൂരം യാത്രയുണ്ട്. ചില കൺട്രികളിൽ പോയിട്ട് നമുക്കിപ്പം നമുക്കൊന്ന് മൗണ്ടൻ ഏരിയയിലൊന്ന് പോകണമെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ടർക്കിയിൽ പോയപ്പോൾ നമ്മൾ അഞ്ചാലി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഹോട്ടൽ. അവിടെ നിന്ന് 5 hours ഡ്രൈവ് ഉണ്ടായിരുന്നു. നമ്മൾ ആൾട്ടിൻ കായ് എന്ന് പറയുന്ന വില്ലേജ്, ഇതുപോലെ മൗണ്ടൻ ഏരിയയിൽ പോകാൻ വേണ്ടി. ഒരു മൗണ്ടനൊക്കെ കാണണം. 5 hours ഡ്രൈവ്. ഓക്കെ, പക്ഷേ ഇത് ജസ്റ്റ് 10-15 minutes നമ്മൾ ഇങ്ങനെ ഒരു ഏരിയയിലെത്തി. അതാണ് അതിൻ്റെ രസം. പക്ഷെ ഇവിടുത്തെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഹോട്ടലുകളൊന്നും അത്ര പ്രിപ്പയർഡ് അല്ല ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റാൻഡേർഡൊന്നും കിട്ടത്തില്ല. നമ്മൾ സാധാരണ ഹോട്ടലുകളിൽ ഇപ്പോൾ 5 star അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 star ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതൊന്നും ഇവിടെ പ്രതീക്ഷിക്കരുത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമേ ഉള്ളൂ. സോ എനിക്കൊന്ന് മലയാളികളൊക്കെ കൂടുതലും വരുന്നത് മാഞ്ചസ്റ്റർ ഏരിയ എന്നൊക്കെ, ഇങ്ങനെ ആത്തൻസിലോട്ട് ജെറ്റുവിൻ്റെയും അങ്ങനെയൊക്കെയുള്ള ഹോളിഡേകളുണ്ട്. അപ്പോൾ അതിൽ വരാൻ സാധ്യതകളുണ്ട്. അപ്പോൾ അവരൊക്കെയാണ് ഇവിടെയൊക്കെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ ഡെഫിനറ്റ്ലി വരുവാണെങ്കിൽ ഒരു കാർ ഹയർ ചെയ്യുക, ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക. അടിപൊളിയാണ്. ഓക്കെ, ഇപ്പോൾ എത്ര ഡിഗ്രി ഉണ്ട്? 17.5 ഡിഗ്രി. ടെമ്പറേച്ചറിൽ വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മുടെ ലാൻഡ്സ്കേപ്പിനും വ്യൂവിനൊക്കെ നല്ല വ്യത്യാസം വന്നു ഓൾറെഡി. അമേസിങ്.
ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഈ കാണിക്കപ്പെട്ടി മദർ മേരി ആണ് അതിൻ്റെ ഉള്ളിൽ. ആണല്ലേ? ചെറിയൊരു കുരിശ് പള്ളി പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. കാണിക്ക വഞ്ചി പോലെ എന്തോ സംഭവമാണത്. കേട്ടോ, നമ്മൾ പോയത് നിന്ന മലയാണ് ആ അപ്പുറ ഇട സൈഡിലായിട്ട് കാണുന്നത്. അതിൻ്റെ അപ്പുറ സൈഡിലാണ് നമ്മൾ പോയത്. പക്ഷെ ഫോഗ് നമ്മൾ താഴെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് മുകളിലൊക്കെ ഭയങ്കര ഫോഗി ആയിട്ടാണ് കണ്ടത്. ഇവിടെ വന്നപ്പോൾ ആ ഫോഗ് ഒന്നും കാണുന്നില്ല കേട്ടോ. ക്ലിയർ ആയി, ഏകദേശമൊക്കെ ഫോഗ് ക്ലിയർ ആയെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അവിടെ നിന്ന് നോക്കുമ്പോൾ ഉണ്ട്. അതുകൊണ്ട് മുകളിലോട്ട് നോക്കി. വാവ്, ഇത് ആരോ യൂട്യൂബിലാണോ ഗൂഗിൾ മാപ്പിലാണോ എന്തോ ഇതിന്റെ ഒരു ഏരിയൽ വ്യൂ ഇട്ടിട്ടുണ്ട്. നല്ല രസമാണ് മുകളിൽ കാണാൻ. നമ്മുടെ കയ്യിൽ ഡ്രോണൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇപ്പം സാധാരണ ഒരു ഇതുപോലെ ട്രിപ്പിന് വരുന്ന ആൾക്കാരൊക്കെ കാണുന്ന എന്താണോ വ്യൂ അതേ നമുക്കും കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വലിയ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഒക്കെ വന്നിട്ട് ഗ്രീസ് എന്ന് പറഞ്ഞിട്ട് ഓരോ വീഡിയോസൊക്കെ ഇടും. പക്ഷെ അത് നമ്മൾ ആ സ്ഥലത്ത് വരുമ്പം നമുക്ക് അങ്ങനെ തോന്നത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞാണ്. ചെവി അടഞ്ഞ ആരുടെയെങ്കിലും? ആരുടെ ആദ്യം അടഞ്ഞത്? ചക്കിയുടെ ആണ്. എൻ്റെത് അടഞ്ഞു. പ്രഷർ വരുന്നില്ല. അടുത്തുണ്ട് നമ്മുടെ എവിടെയാണ് ഇതുപോലത്തെ പൂക്കൾ നമ്മൾ വേറെ കണ്ടിട്ടുണ്ട്. ആണോ? പിന്നെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞൊരു പൂവില്ലേ കൃഷി ചെയ്യുന്നത്, അതിന്റെ ഓയിൽ എടുക്കാനുള്ള ഇത് കാട്ടുചെടിയാണ്. പക്ഷെ നല്ല ഭംഗി. ഇത് ഈ മറ്റേ നമ്മുടെ കൊടൈക്കനാലിൽ പോകുമ്പോഴത്തേക്ക് എവർ ലാസ്റ്റിംഗ് ഫ്ലവർ എന്ന് പറഞ്ഞൊരു ഇത് കണ്ടിട്ടുണ്ടോ? അത് പക്ഷെ കട്ടിയുള്ള ഇതാണ്. അതിന്റെ ഇത് കട്ടിയൊന്നുമില്ല, സാധാരണ പൂ കണക്ക് തന്നെ. മറ്റത് കല്ല് പോലെ ഇരിക്കും. എന്തുകൊണ്ട് വ്യൂ ചെയ്യാൻ നമുക്ക് ഇവിടെ നിർത്തിയൊന്ന് വ്യൂ കാണിച്ചു കൊടുത്താലോ? വ്യൂ കാണിച്ചു കൊടുക്കാൻ മുകളിലോട്ട് ഇനിയും പോയാൽ അതിലും നല്ല അടിപൊളി വ്യൂ കിട്ടും. ഓരോ സ്ഥലത്ത് ഓരോ വ്യൂ അങ്ങനെയാണ്. പക്ഷേ ഇവരുടെ അടുത്ത് നമ്മളിപ്പോൾ ഹോട്ടലിൽ ഉള്ള റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചായിരുന്നേ, ഈ സൈല കാസ്ട്രോയിൽ കാണാൻ പറ്റിയ പോകാൻ പറ്റിയ നല്ല ടൂറിസ്റ്റ് അട്രാക്ഷൻസ് വല്ലതും ഉണ്ടോ? ഇപ്പം ഇവിടെ 1 മണിക്കൂർ ചുറ്റളവിൽ ഒന്നുമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും അവർക്കൊരു ടൂറിസ്റ്റ് അട്രാക്ഷൻ അല്ലേ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് സൂപ്പർ വ്യൂസ്. ഓക്കെ, ലെറ്റ്സ് സീ. ഇവിടെ നിന്ന് നോക്കിയിട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മൾ കാറിലിരിക്കുമ്പോൾ കാണുന്ന മലയെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണ് നമ്മൾ പോകാൻ പോണത്. എനിക്കതിൻ്റെ ഒരു പകുതിയോളം നമ്മൾ എത്തിക്കാണും. ഇപ്പം ദൂരെ ഇപ്പോൾ ഫോഗി ആയിട്ട് കിടക്കുന്ന കാരണം നമുക്ക് ആ സൈലക്കാസ്ട്രോ വില്ലേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ കയറി വന്നത്. പക്ഷെ സൂപ്പറാണ് വ്യൂ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വൈബാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഗ്രീസിലുണ്ടെങ്കിൽ സൈലക്കാസ്ട്രോയിൽ വരണം. ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ ശ്രമിക്കണം. ഉണ്ട്, ദൂരമായിട്ട് കാണാം, പക്ഷേ ക്ലിയർ അല്ല. കാര്യം ഇങ്ങനെ ഫോഗായിട്ട് കിടക്കുവാണ്. നമ്മൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഈ ഭാഗം മൊത്തത്തിൽ ഫോഗായിട്ട് കിടക്കുവാണ്. ഒന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു, മല പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു. അറ്റ്ലീസ്റ്റ് ഇവിടെ നോക്കുമ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്തിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് കാണിക്കാം, ബാക്കിയുള്ള ജേണി. ഓക്കെ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഡെഫിനറ്റ്ലി വർത്ത് എ വിസിറ്റ്. ഓക്കെ, അപ്പോൾ ശരി.